കുഴക്കേണ്ട പരത്തണ്ട. ദേ ഇങ്ങനൊന്നും ഉണ്ടാക്കിയാലേ പെട്ടെന്ന് അങ്ങ് പണി തീരും കേട്ടോ. എന്നാ ടേസ്റ്റിന് വല്ല കമ്മിയുണ്ടോ? ഒരു കമ്മിയും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി 4 മണി പലഹാരം തന്നെയായിരിക്കും കേട്ടോ ഇത്. അപ്പം നോമ്പൊക്കെ അല്ലേ, ഒരു മധുരം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാല് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഞാനിവിടെ മദേഴ്സിന്റെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വറുത്തതോ വറുക്കാത്തതോ അങ്ങനെയൊക്കെ ഉള്ളത്. ഞാനിവിടെ അപ്പം ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പിന്റെ അടുത്ത് റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു മാവാക്കി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ആ സമയത്ത് നല്ല പോലെ കട്ടിയായി വരികയാണെങ്കിലേ അതൊന്ന് ലൂസാക്കി എടുക്കണം. കുറച്ചൊരു ദോശമാവിന്റെ ഒക്കെ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ മാത്രം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുക. കുറച്ചു നേരം വെച്ചാൽ മതി, കുറെ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാമോളം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വിളയിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് അധികം ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലാത്തവർ 1/2 ടീസ്പൂൺ തന്നെ ചേർത്തോളൂ കേട്ടോ. നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ഇതുപോലത്തെ പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. താഴെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് 2 തവി മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഈ പ്ലേറ്റ് ഒന്ന് കവർ ചെയ്ത് കിട്ടുന്ന ആ രീതിക്ക് കിട്ടിയാൽ മതി കേട്ടോ. എന്നാൽ ഭയങ്കര തിന്നും ആവരുത്, നല്ല കട്ടിയാവരുത് കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇഡ്ഡലി പാത്രം ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഒരു ഒഴിച്ച പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ ഒക്കെ കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ സൈഡ് ഭാഗത്തേക്ക് ആക്കരുത് കേട്ടോ. കാരണം അത് ഒലിച്ചിറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മാവ് ഇതിന്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ മാവ് ഈ ഒരു ഫില്ലിങ്ങിനെ മുഴുവനായിട്ട് കവർ ചെയ്ത് കിട്ടണം കേട്ടോ. ആ ഒരു രീതിക്ക് നമ്മളിതങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചൊന്ന് വേവിച്ചു കൊടുക്കുക. വീണ്ടും ഒരു 10 മിനിറ്റ് കൊടുത്താൽ മതി. അതല്ലേ ഒരു കത്തി വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിന്റെ മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. കാരണം താഴത്തെ ഭാഗം വെന്തിട്ടുണ്ടാവും. അപ്പൊ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റിൽ നിന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്നൊന്ന് ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് കത്തി ഒന്ന് ഓടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇത് കുഴക്കുകയും പരത്തിയൊന്നും ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടയാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. കാരണം ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ. നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.